നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രൂക്ഷമായ മാലിന്യ പ്രശ്നത്തിനെതിരെ നടപടിയെടുക്കാതെ നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വെറും നോക്കുകുത്തിയായി മാറിയെന്ന ആരോപണവുമായി നാട്ടിക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. കനത്ത മഴയിൽ ചിറക്കൽ ഇഞ്ചമുടി കോൾപ്പടവിൽ വ്യാപക കൃഷിനാശം. വലപ്പാട് ഉപജില്ലാ കായികമേളയിൽ ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് HSS ഓവറോൾ ചാമ്പ്യന്മാർ. വാർത്തകൾ വിശദമായി. നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനാംഗങ്ങൾ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും പഞ്ചായത്ത് കേന്ദ്രത്തിൽ കുമിഞ്ഞുകൂടി ദുർഗന്ധവും പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഉയർത്തുമ്പോൾ നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വെറും നോക്കുകുത്തിയായി നിൽക്കുകയാണെന്ന് നാട്ടിക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആരോപിച്ചു. ശേഖരിച്ച മാലിന്യങ്ങൾ നീക്കം ചെയ്യാതെ പഞ്ചായത്ത് കേന്ദ്രത്തിൽ കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഹരിതകർമ്മസേനാംഗങ്ങൾ നടത്തുന്ന നന്മയാർന്ന പ്രവർത്തികൾ പഞ്ചായത്തിന്റെ അനാസ്ഥ മൂലം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയാണ്. പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ടുപോകുന്ന സ്വകാര്യ കമ്പനിക്ക് അത് കൃത്യമായി തരംതിരിച്ചു കൊടുക്കാൻ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കുന്നില്ല. MCF പോലെയുള്ള കേന്ദ്രം നിർമ്മിച്ചു നൽകണമെന്ന ഉത്തരവ് നിലവിൽ വന്നിട്ട് വർഷങ്ങളായി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് സമിതി ഒരു നടപടിയും സ്വീകരിക്കുന്നുമില്ല. ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് ആവശ്യമായ പ്രാഥമിക സൗകര്യം പോലും നിർവഹിക്കാൻ ഒരു നടപടിയും സ്വീകരിക്കാത്ത പഞ്ചായത്ത് അനാസ്ഥയുടെ പര്യായമായി മാറിയിരിക്കുകയാണെന്ന് DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ പറഞ്ഞു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ്, DCC ജനറൽ സെക്രട്ടറിമാരായ VR വിജയൻ, നൌഷാദ് ആറ്റുപറമ്പത്ത് എന്നിവർ സംസാരിച്ചു. നാട്ടിക പഞ്ചായത്ത് ഭരണം ഇന്ന് വലിയൊരു അബദ്ധ പഞ്ചാംഗമായി മാറിയിരിക്കുകയാണ്. CPM ഭരിക്കുന്ന പഞ്ചായത്തിൽ ആകെ നടക്കുന്നത് അഴിമതിയും പ്രസിഡന്റിൻ്റെ ഭീഷണിയും മാത്രമാണ്. ഒട്ടേറെ കാര്യങ്ങൾ പഞ്ചായത്തിലെ അനാസ്ഥയ്ക്കെതിരെ നിരന്തരമായി ശബ്ദിക്കുകയും സമര പോരാട്ടവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും നടത്തി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ കാണുന്ന കാഴ്ച ഹരിതകർമ്മസേനക്കാർ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന അവരുടെ പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ അത് കൃത്യമായി ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനവും ഇവിടെ നടക്കുന്നില്ല. ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് കൊടുക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഈ കളക്ഷൻ സെൻറ്ററിൽ നടക്കുന്നില്ല. അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ ഒരു മാർഗവുമില്ലാത്ത സ്ഥിതിയാണ്. പഞ്ചായത്ത് നിർമ്മിച്ചു കൊടുക്കേണ്ട MCF എത്രയോ കാലമായി ഒരു നടപടിയും സ്വീകരിക്കാതെ അനാഥമായി പോകുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ്. മാലിന്യ നിർമ്മാർജ്ജനം വലിയ മുഖമുദ്രയായി കൊണ്ടു നടക്കുന്ന പഞ്ചായത്ത് എല്ലാ കച്ചവടക്കാരെയും അതുപോലെ തന്നെ ബാക്കിയുള്ള ജനങ്ങളെയും എല്ലാം ഭീഷണിപ്പെടുത്തി അവരിൽ നിന്ന് ഫൈൻ ഈടാക്കുന്ന തിരക്കിലാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. ഒരു ശുചിത്വവും ഒരു മാലിന്യ നടപടിക്രമവും പാലിക്കാത്ത പഞ്ചായത്തിന് എങ്ങനെയാണ് കച്ചവടക്കാരെയും അതുപോലെ തന്നെ മറ്റ് ജനങ്ങളെയും ഭീഷണിപ്പെടുത്തിയും വരുതിയിൽ വരുത്തിയും ഫൈൻ ഈടാക്കാനും വലിയ പൈസ ഭീഷണിപ്പെടുത്തി മേടിക്കാനുമൊക്കെയുള്ള വലിയ പരിശ്രമമാണ് നടക്കുന്നത്. തൃപ്രയാർ ട്രാഫിക് സിഗ്നൽ പരസ്യത്തിന്റെ കരാർ കഴിഞ്ഞിട്ടും കരാർ പൂഴ്ത്തിവെച്ച് പഞ്ചായത്തിന് ലഭിക്കേണ്ട പൊതുപണം നഷ്ടപ്പെടുത്തി കോഴ വാങ്ങിയ നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശിനെതിരെ പഞ്ചായത്തിലെ UDF അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. നാട്ടിക പഞ്ചായത്ത് റിട്ടേണിംഗ് ഓഫീസർ നഗീനയ്ക്ക് മുമ്പാകെയാണ് അംഗങ്ങൾ നോട്ടീസ് സമർപ്പിച്ചത്. UDF അംഗങ്ങളായ KR ദാസൻ, ശ്രീദേവി മാധവൻ, റസീന ഖാലിദ്, ബിന്ദു പ്രദീപ്, PS മണികണ്ഠൻ എന്നിവർ അവിശ്വാസ പ്രമേയത്തിൽ ഒപ്പിട്ടു. CPM ഭരിക്കുന്ന നാട്ടിക പഞ്ചായത്ത് ഭരണസമിതിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലെന്നും ഇപ്പോൾ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യുമ്പോൾ വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഇതിന് കൽപ്പിക്കുന്നുണ്ടെന്നും നാട്ടിക UDF ചെയർമാനും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കൂടിയായ PM സിദ്ദീഖ്, കൺവീനർ KA കബീർ എന്നിവർ പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു.
രാഷ്ട്രീയ ആവിഷ്കാർ അഭിയാൻ, സമഗ്ര ശിക്ഷാ കേരളം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ UP വിഭാഗം അധ്യാപകർക്കുള്ള ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു. കുട്ടികൾ ശാസ്ത്രാവബോധവും ശാസ്ത്രീയ മനോഭാവവും വളർത്തിയെടുക്കുക, ശാസ്ത്ര പഠനവും പ്രശ്നപരിഹരണ ശേഷിയും ശാസ്ത്രീയ ചിന്തയും പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് പരിശീലനത്തിന്റെ ലക്ഷ്യങ്ങൾ. പരിശീലനത്തിന്റെ ഭാഗമായി UP ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ശാസ്ത്ര പഠനം അന്വേഷണാത്മകവും പ്രവർത്തനാധിഷ്ഠിതവും ആക്കുന്നതിന് സഹായിക്കുന്ന സയൻസ് ഫെസ്റ്റ്, ശാസ്ത്ര ക്യൂസ്, സയൻസ് കിറ്റ്, ശാസ്ത്ര പാർക്ക് നവീകരണം, ശാസ്ത്ര പഠനയാത്ര തുടങ്ങിയ പദ്ധതികളാണ് വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്നത്. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. BRC ട്രെയിനർ TV ചിത്രകുമാർ അധ്യക്ഷത വഹിച്ചു. വലപ്പാട് AEO MA മറിയം മുഖ്യാതിഥിയായി. BRCയിലെ CRC കോർഡിനേറ്റർമാരായ ശ്രീജ KP, ശില്പ PS എന്നിവരുടെ നേതൃത്വത്തിൽ ക്ലാസുകൾ നയിച്ചു. CRC കോർഡിനേറ്റർമാരായ സ്വീറ്റി ജിജു, സലാഹുദ്ദീൻ തങ്ങൾ എന്നിവർ സംസാരിച്ചു. തളിക്കുളം BRC പരിധിയിലെ വിദ്യാലയങ്ങളിൽ നിന്നും 29 സയൻസ് അധ്യാപകർ പരിശീലനത്തിൽ പങ്കെടുത്തു. ഒരു നല്ല ലോകത്തിനു വേണ്ടി ക്രിയാത്മകമായ ആശയങ്ങൾ എന്ന സന്ദേശവുമായി സ്മൈൽ ഫൗണ്ടേഷൻ RCUP സ്കൂളിലെത്തി. സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയ അലീഷ ഷാജിയുടെ നേതൃത്വത്തിലുള്ള 7 അംഗങ്ങൾ ഉൾപ്പെടുന്ന ടീമാണ് കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകുന്നതിനായി എത്തിയത്. 6-7 ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഒരു ദിവസം നീണ്ടുനിന്ന ക്ലാസ് ഒരുക്കിയത്. കുട്ടികളിൽ ക്രിയാത്മകത വളർത്തുന്നതിനായി ഗ്രൂപ്പ് പ്രവർത്തനങ്ങളാണ് നടത്തിയത്. വിദ്യാർത്ഥികളിൽ ശാസ്ത്രം, സാങ്കേതിക വിദ്യ, എഞ്ചിനീയറിംഗ്, ഗണിതശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ നവീന ആശയങ്ങൾ കണ്ടെത്തുകയും വളർത്തുകയുമാണ് സ്മൈൽ ഫൗണ്ടേഷന്റെ ലക്ഷ്യം. സ്കൂൾ മാനേജർ ഫാദർ ഏബിൾ ചിറമൽ, പ്രധാനാധ്യാപകൻ ഷാജി ജോർജ്, ഫസ്റ്റ് അസിസ്റ്റന്റ് സീജ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. കണ്ടശാങ്കടവ് യൂണിസാറ്റ് കമ്മ്യൂണിക്കേഷൻസ് ഉപഭോക്താക്കൾക്കായി നറുക്കെടുപ്പും സമ്മാന വിതരണവും ഓഫീസിൽ വെച്ച് നടന്നു. മുൻ വിജയികൾക്ക് പാർട്ട്ണർമാർ സമ്മാനം വിതരണം ചെയ്തു. തുടർന്ന് നടന്ന നറുക്കെടുപ്പിൽ കാഞ്ഞാണി സ്വദേശി പോൾ പൊക്കാഞ്ചേരിയിലെ അക്ഷയ്, നടുവിൽക്കര സ്വദേശി നസീർ, കണ്ടാശങ്കടവ് സ്വദേശി അലക്സാണ്ടർ, കാഞ്ഞാണിയിലെ ഐജു വറീദ് എന്നിവർ വിജയികളായി. ഉപഭോക്താക്കളും ജീവനക്കാരും പാർട്ട്ണർമാരും ചടങ്ങിൽ പങ്കെടുത്തു. സമ്മാനം വിതരണം ചെയ്യുക. പിന്നെ ഈ വർഷത്തെ 2023 ഒരു 5 പേർക്ക് കൂടി നമ്മൾ സമ്മാനം കൊടുക്കാനുണ്ട്. അവരെ ഈ സമ്മാനം കിട്ടിയ ആളുകൾ തിരഞ്ഞെടുക്കുക, ഓപ്പണായിട്ട് തിരഞ്ഞെടുക്കുക. അതാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ അതിലൊരു 2 വാക്ക് പറയാനുള്ളത്, എല്ലാവരും നമ്മൾ ഈ ചേച്ചീനെ ഒഴിച്ച് ബാക്കിയുള്ളവർ കാണുന്ന ആളുകളും സ്ഥിരം കാണുന്ന ആളുകളാണ്. ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ക്ഷണം സ്വീകരിച്ച് യൂണിസാറ്റിൽ, അതായത് കാലങ്ങളായിട്ടുള്ള ബന്ധമാണ്. ഇപ്പോൾ നമ്മുടെ ആളായാലും എല്ലാവരും ആയാലും കാലങ്ങളായിട്ടുള്ള കണക്ഷനാണ്. അപ്പം നിങ്ങളെ ക്ഷണിച്ചിട്ടുള്ളത് ഉപഭോക്താക്കളുടെ പ്രതീതികളായിട്ടാണ് ക്ഷണിച്ചിട്ടുള്ളത്. അപ്പം ഇതോടുകൂടി തന്നെ ഞങ്ങൾ കാലങ്ങളായി നടത്തുന്ന പരിപാടിയും കൂടിയാണത്. ഓരോ 3 മാസം കൂടുമ്പോൾ നറുക്കെടുത്തിട്ട് വരുന്ന നമ്മുടെ ഉപഭോക്താക്കളുടെ പ്രതിനിധികളായിട്ടുള്ള ആളുകളുടെ അഭിപ്രായം കൂടി ഞങ്ങൾ എടുക്കും. അങ്ങനെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ സർവീസിനെ കുറിച്ചുണ്ടെങ്കിൽ അതും കൂടി പറയണം. നാട്ടിക ചേർക്കരയിൽ പ്രദേശവാസികളെ ഭീതിയിലാക്കിയ മൂർഖൻ പാമ്പിനെ തളിക്കുളം ആനിമൽ സ്ക്വാഡ് പ്രവർത്തകർ പിടികൂടി. ചേർക്കരയ്ക്ക് കിഴക്കുഭാഗത്തെ റോഡരികിൽ കഴിഞ്ഞ ഒരാഴ്ചയായി പതിവായി കാണപ്പെടാറുള്ളതാണ് മൂർഖൻ പാമ്പിനെ. കഴിഞ്ഞ ദിവസം പ്രദേശവാസി വെങ്ങാലി അനിലിന്റെ വീടിന്റെ കാർ പോർച്ചിൽ ഇതേ മൂർഖൻ പാമ്പിനെ കണ്ടെത്തി. വീട്ടുകാർ ഉടൻ തന്നെ തളിക്കുളം ആനിമൽ സ്ക്വാഡിനെ വിവരമറിയിക്കുകയായിരുന്നു. ഇതിനിടെ പോർച്ചിൽ ഉണ്ടായിരുന്ന പാമ്പ് ഗേറ്റിനും മതിലിനുമിടയിലൂടെ മാളത്തിലേക്ക് കയറി. തുടർന്ന് സ്ഥലത്തെത്തിയ ആനിമൽ സ്ക്വാഡ് പ്രവർത്തകർ മാളത്തിനുള്ളിലേക്ക് വെള്ളം പമ്പ് ചെയ്തെങ്കിലും പാമ്പ് പുറത്തു വന്നില്ല. തുടർന്ന് സ്ക്വാഡ് അംഗങ്ങളായ അജിത് കുമാർ ഏങ്ങണ്ടിയൂർ, KK ശൈലേഷ് എന്നിവർ ചേർന്ന് മാളം പൊളിച്ച് പാമ്പിനെ പിടികൂടുകയായിരുന്നു. പിടികൂടിയ മൂർഖൻ പാമ്പിനെ പിന്നീട് ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറും. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ചിറക്കൽ ഇഞ്ചമുടി കോൾപ്പടവിൽ വ്യാപകമായി കൃഷി നശിച്ചു. 30 ദിവസം പ്രായമായ 250 ഏക്കറിലെ നെൽകൃഷി വെള്ളത്തിൽ മുങ്ങി. KLDC കനാലിൽ നിന്ന് ബണ്ട് കവിഞ്ഞ് വെള്ളം കോൾപ്പാടത്തിലേക്ക് എത്തിയതാണ് കൃഷിനാശത്തിന് കാരണം. ആദ്യത്തെ പ്രധാന വളപ്രയോഗവും
കീടനിയന്ത്രണവും കഴിഞ്ഞതിനു ശേഷം വെള്ളം കയറിയത്. ഇതുമൂലം വലിയ നഷ്ടമാണ് കർഷകർക്കുണ്ടായിരിക്കുന്നത്. ഏകദേശം 40,000 രൂപയോളം ഒരേക്കറിന് ചിലവാക്കി കഴിഞ്ഞതായി കർഷകർ പറഞ്ഞു. ഇതുപോലെ ഒരു വെള്ളം ഈ കാലത്തിനിടയ്ക്ക് 25 കൊല്ലത്തിനകത്ത് ഇതുപോലെ വെള്ളം വന്നിട്ടില്ല. കൃഷിക്കാരെ വിത കഴിഞ്ഞ് ഇത്രയും കാശ് ചിലവ് ചെയ്ത് 43 രൂപ നെല്ലിന് 1 കിലോ വിത്തിന് മേടിച്ചിട്ട് എല്ലാ പണിയും കഴിഞ്ഞ് മരന്നടി മുഴുവൻ കഴിഞ്ഞതാണ്. സാമ്പത്തികമായിട്ട് പടവ് കമ്മിറ്റിക്ക് വൻ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. കൃഷിക്കാരനും അതിൻ്റെ അപ്പുറത്തേക്കുള്ള നഷ്ടം വേറെ. പണിക്കാരും 1000-1100 രൂപ കൂലി കൊടുത്തും കൊണ്ട് കൃഷിക്കാരിത് പണതും കൊണ്ട് 1 രൂപ കിട്ടാൻ മാർഗ്ഗമില്ലാത്ത നിലയ്ക്ക് കണ്ണീര് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കിട്ടുമോ കിട്ടില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ കടാക്ഷം. അതായത് സാമ്പത്തികമായിട്ട് ഇഞ്ചമുടി പടവിന് 245 ഏക്കർ ഭൂമി ഉള്ളതുകൊണ്ട് അതിനുള്ള സാമ്പത്തിക സഹായം ഗവൺമെൻറ്റിൽ നിന്നോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ എല്ലാ കർഷകർക്കും കമ്മിറ്റിക്കും ചെയ്തു കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇഴുവാൻപറമ്പിൽ വിജയൻ്റെ അവിടെ നിന്ന് തൊട്ട് KLDC ബണ്ട് മുതൽ ഇറക്കിക്കട വരെ വെള്ളം മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് സാമ്പത്തികമായിട്ട് ആ ബണ്ടിനെ ഉയർത്തിക്കഴിഞ്ഞാൽ കൃഷിക്കാർക്ക് എല്ലാം കൊണ്ടും ഒരു മെച്ചമാണ്. അതിന് ഗവൺമെൻറ്റിൽ നിന്നും MLA ഏത് ഫണ്ടിൽ നിന്നും അനുവദിച്ചു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സാമ്പത്തിക സഹായം തന്നെങ്കിലേ പടവ് സംരക്ഷണത്തിൽ ആവുകയുള്ളൂ. പതിവായി വെള്ളം കവിഞ്ഞൊഴുകുന്ന KLDC ബണ്ടിന്റെ താഴ്ന്ന ഭാഗം ഉയർത്തി ബലപ്പെടുത്തണമെന്നത് ഇവിടുത്തെ കർഷകരുടെ കാലങ്ങളായുള്ള ആവശ്യമാണ്. ഇത് സംബന്ധിച്ച് ജനപ്രതിനിധികൾക്കും അധികൃതർക്കും പലതവണ പരാതി കൊടുത്തിട്ടുണ്ട്. ബണ്ടിന്റെ ബലക്ഷയം മൂലം കൃഷി ആവശ്യങ്ങൾക്കായി വാഹനങ്ങൾ കൊണ്ടുവരുന്നതിനും ബുദ്ധിമുട്ടുണ്ട്. കോളിലേക്കുള്ള കട്ടക്കുഴി മാരിപ്പാടം റോഡിന്റെ അവസ്ഥയും ഏറെ പരിതാപകരമാണെന്നും കർഷകർ ചൂണ്ടിക്കാട്ടി. ഈ റോഡ്, അതായത് മാരിപ്പാടം റോഡാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. കട്ടക്കുഴി മാരിപ്പാടം റോഡാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. ഈ റോട്ടിൽ കൂടെയാണ് നമ്മൾ നെല്ല് കൊണ്ടുപോകുന്നതും വിത്ത് വളം അതുപോലെ പാടത്തിൻ്റെ എഞ്ചിൻ ഇറക്കിയിട്ട് അവിടേക്ക് പോകുന്നതൊക്കെ ഈ വഴിക്കാണ് എല്ലാവരും പോകുന്നത്. ആ റോഡ് വളരെ മോശമായിട്ടാണ് കിടക്കുന്നത്. അത് MLA ഇത് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇതുവരെ ശരിയായിട്ടില്ല. അത് പ്രധാനമായിട്ട് ശരിയാക്കി തരണമെന്നാണ് നമുക്ക് പ്രധാനമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. അതുമാത്രമല്ല, നമ്മുടെ ഈ ഇവിടെ നിന്നുള്ള പുഴയിൽ നിന്നുള്ള വെള്ളം മറിയാണ്. ഇവിടെ ആലുക്കാസിൻ്റെ ഈ വെള്ളം ഇവിടെ ചിമ്മിണി തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ ഉടനെ തന്നെ വെള്ളം മറിയും. മോളിൽ കൂടി മറിയും, അതിൻ്റെ ഇടയുടെ നമ്മുടെ കരിങ്കല്ല് ഭിത്തി കെട്ടിയിട്ടുള്ള അതിൻ്റെ ഇടയിൽ കൂടിയും വെള്ളം വരും. അങ്ങനെയാണ് ഈ വെള്ളം മറിഞ്ഞ് ഇപ്പോൾ പടവ് മുങ്ങിക്കെടുക്കുകയാണ് ഒരുവിധം. നമുക്കതിനുള്ളൊരു പരിഹാരം എത്രയും പെട്ടെന്ന് ചെയ്തു തരണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന നൃത്ത സംഗീതോത്സവത്തിൽ പങ്കെടുത്തവരെ സിനിമാ സംവിധായകൻ ലാൽ ജോസ് അനുമോദിച്ചു. ആയുർവേദ ആശുപത്രിയിൽ അവിടുന്ന് വന്നപ്പോൾ 9 മണി കഴിഞ്ഞാൽ അവിടെ കയറ്റില്ല, ഗേറ്റ് അടയ്ക്കില്ല. അതുകൊണ്ട് പോവാണ്. എനിക്കിത് ഫുള്ളിരുന്ന് എല്ലാവർക്കും സമ്മാനമൊക്കെ കൊടുത്തിട്ട് പോകണമെന്നുണ്ട്. അതുകൊണ്ട് സദയം ക്ഷമിക്കുക. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസ. ചടങ്ങിൽ പത്മശ്രീ പെരുവനം കുട്ടൻ മാരാർക്ക് കാനാടിക്കാവിന്റെ സ്നേഹാദരം കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി നൽകി. ചടങ്ങിൽ IM വിജയൻ, അജയ് തറയിൽ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. രാത്രി ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെ പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ് തുടർന്ന് പെരുവനം കുട്ടന്മാരാരും സംഘവും അണിനിരന്ന മേജർ സെറ്റ് പഞ്ചാരിമേളം എന്നിവ നടന്നു.
ജനുവരി 7 രാവിലെ 9:30 മുതൽ തിറവെള്ളാട്ട് മഹോത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ അതിപ്രധാനമായ രൂപക്കളം തൊഴൽ മഠാധിപതി ശ്രീ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു. പുത്തൻപീടിക സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 75-ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയയപ്പും സംഘടിപ്പിച്ചു. ടി.എൻ. പ്രതാപൻ എം.പി. ഉദ്ഘാടനം നിർവഹിച്ചു. അതോടൊപ്പം നമ്മുടെ വിദ്യാലയത്തിന്റെ വാർഷിക ആഘോഷം കൂടി ഇന്ന് നടക്കപ്പെടുന്നുണ്ട്. നേരത്തെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെയും നമ്മുടെ കോർപ്പറേറ്റ് മാനേജർ ഉൾപ്പെടെ പ്രതിപാദിച്ചതുപോലെ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വിജ്ഞാനം പങ്കുവെച്ചു കൊടുക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു വിദ്യാലയമാണ് നമ്മുടെ സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ. 10ാം ക്ലാസ് പരീക്ഷയിൽ 100% വിജയം നേടി. അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര അധ്യക്ഷത വഹിച്ചു. കളക്ടർ വി.ആർ. കൃഷ്ണതേജ IAS പ്ലാറ്റിനം ജൂബിലി ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും നടത്തി. ജില്ലയായിട്ട് മാറ്റാൻ വേണ്ടി നമ്മുടെ ജില്ലാ ഭരണകൂടം തുടങ്ങിയ ഒരു പദ്ധതിയാണ് ടുഗദർ ഫോർ തൃശ്ശൂർ. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ജില്ലയിലെ 4243 അതിദാരിദ്ര കുടുംബങ്ങൾക്ക് ഭക്ഷണം ഉറപ്പാക്കണമെന്നാണ് അതിന്റെ ഒരു മുഖ്യ ഉദ്ദേശം. അതിന്റെ ഭാഗമായിട്ട് ഈ സ്കൂൾ 3 അതിദാരിദ്ര കുടുംബങ്ങളിലും ഈ സ്കൂളിലെ കുട്ടികൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതിനാൽ ഈ ഒരു പുതുവത്സരത്തിൽ ഞങ്ങൾ എല്ലാവർക്കും നന്ദി പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വരെ എത്തിച്ചേരുന്നത്. എല്ലാവർക്കും വെരി 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 ബിഗ് താങ്ക് യു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിരാമൻ എൻഡോമെന്റ് വിതരണം ചെയ്തു. പഞ്ചായത്ത് അംഗം മിനി ആൻഡോ സമ്മാനദാനം നടത്തി. സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന സുവോളജി അധ്യാപകൻ A.A. ലോറൻസിന്റെ ഫോട്ടോ അനാച്ഛാദനം അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോയ് അടമ്പുകുളം നിർവഹിച്ചു. പ്രിൻസിപ്പാൾ ലിൻസി A. ജോസഫ്, പ്രധാനാധ്യാപിക CO സീന, സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് മുരിങ്ങാത്തിരി, PTA വൈസ് പ്രസിഡന്റ് ജോയ്, MPTA പ്രസിഡന്റ് ജെസി വർഗീസ്, സ്കൂൾ ചെയർപേഴ്സൺ ദൃശ്യ K. കണ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K. കൃഷ്ണകുമാർ, പുത്തൻപീടിക GLPS പ്രധാനാധ്യാപിക PV ഷൈനി, CR മാത്യു, CP ജോസഫ്, GOP റൊസാൻഡോ, ദീപ വർഗീസ് K, AP രാഗേഷ്, സിനി സോളമൻ,
HSS പ്രതിനിധി സൈമൺ തെക്കത്ത് എന്നിവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി 1 മുതൽ 7 വരെ ആഘോഷിക്കും. ജനുവരി 1 മുതൽ ജനുവരി 3 വരെ രാവിലെ സംഗീതോത്സവവും വൈകിട്ട് നൃത്തോത്സവവും നടക്കും. ജനുവരി 5-ന് നൃത്ത സംഗീതോത്സവത്തിൽ പങ്കെടുത്തവരെ സിനിമാ സംവിധായകൻ ലാൽ ജോസ് അനുമോദിക്കും. ചടങ്ങിൽ പത്മശ്രീ പെരുവനം കുട്ടന്മാരാർക്ക് കാനാടിക്കാവിന്റെ സ്നേഹാദരം നൽകും. രാത്രി 8 മണിക്ക് ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെ പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ്. തുടർന്ന് പെരുവനം കുട്ടന്മാരാരും സംഘവും അണിനിരക്കുന്ന മേജർ സെറ്റ് പഞ്ചാരിമേളം നടക്കും. ജനുവരി 6-ന് രാത്രി 8 മണിക്ക് ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെ പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ്. തുടർന്ന് തിരുവമ്പാടി മഠത്തിലവരവ് പഞ്ചവാദ്യ പ്രമാണി കോങ്ങാട് മധു നയിക്കുന്ന പഞ്ചവാദ്യവും നടക്കും. ജനുവരി 7-ന് രാവിലെ 9:30 മുതൽ തിറവെള്ളാട്ട് മഹോത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ അതിപ്രധാനമായ രൂപക്കളം തൊഴൽ മഠാധിപതി ശ്രീ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ മണപ്പുറം മാക്കെയർ വിഷൻ പ്ലസ് നൽകുന്നു ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫർ. ഒരു കണ്ണട വാങ്ങൂ, മറ്റൊന്ന് സൗജന്യമായി നേടൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. കണ്ടീഷൻസ് അപ്ലൈ. എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധനയും വിദഗ്ധരായ നേത്രരോഗ വിദഗ്ധരുടെയും ടെക്നീഷ്യൻസിന്റെയും സേവനവും. ഈ സേവനം ജനുവരി 10 വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800-309-1555. ക്രിസ്തുമസ് ആൻഡ് ന്യൂ ഇയർ ആഘോഷങ്ങളോടനുബന്ധിച്ച് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു ഇഷാര ഗിഫ്റ്റ് ട്രീ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും 2023 ഡിസംബർ 15 മുതൽ 2024 ജനുവരി 15 വരെ 1 പവന് മുകളിൽ പർച്ചേസ് ചെയ്യൂ. ഗിഫ്റ്റ് ട്രീയിൽ നിന്നും സ്ക്രാച്ച് കാർഡ് സ്വന്തമാക്കി സ്ക്രാച്ച് ചെയ്യൂ. ഉറപ്പായ സമ്മാനം സ്വന്തമാക്കൂ. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ വൈമോൾ ത്രിപുര. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. വലപ്പാട് ഉപജില്ലാ കായികമേളയിൽ ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് HSS 271 പോയിന്റ് നേടി ഓവറോൾ ചാമ്പ്യന്മാരായി. 108 പോയിന്റോടെ VPM SNTP HSS കഴിമ്പ്രം 2ാം സ്ഥാനവും 101 പോയിന്റുമായി GVHSS തളിക്കുളം 3ാം സ്ഥാനവും നേടി. വലപ്പാട് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് സമ്മാനദാനം നടത്തി. AO മറിയം MA, വികസന സമിതി ജനറൽ കൺവീനർ ശ്രീജ മൗസ്മി, ട്രഷറർ TR രാകേഷ്, SDSGA സെക്രട്ടറി KJ പ്രേംകുമാർ, കൺവീനർ MV സുദർശിനി, വികസന സമിതി കൺവീനർമാരായ EV ഭിനി, ബിജു ആന്റണി, CS ശിശിര, MR രാഗി, ബബിൽനാഥ് PG, A ലസിത എന്നിവർ സംസാരിച്ചു. LP വിഭാഗത്തിൽ 16 പോയിന്റുമായി UPS പെരിഞ്ഞനം ഈസ്റ്റ് 1ാം സ്ഥാനവും 12 പോയിന്റുമായി RCUPS കൈപ്പമംഗലം 2ാം സ്ഥാനവും 11 പോയിന്റുമായി UPS നാട്ടിക ഈസ്റ്റ് 3ാം സ്ഥാനവും നേടി. LP കിഡീസ് വിഭാഗത്തിൽ 21 പോയിന്റുമായി GLPS കൈപ്പമംഗലം 1ാം സ്ഥാനവും 14 പോയിന്റുമായി UPS നാട്ടിക ഈസ്റ്റ് 2ാം സ്ഥാനവും 11 പോയിന്റുമായി GFLPS നാട്ടിക 3ാം സ്ഥാനവും നേടി. UP കിഡ്സ് വിഭാഗത്തിൽ 34 പോയിന്റുമായി സെന്റ് തോമസ് HSS ഏങ്ങണ്ടിയൂർ 1ാം സ്ഥാനവും 23 പോയിന്റുമായി UPS നാട്ടിക ഈസ്റ്റ് 2ാം സ്ഥാനവും 8 പോയിന്റുമായി HSS ചന്ദ്രാപിന്നി 3ാം സ്ഥാനവും നേടി.
സബ് ജൂനിയർ വിഭാഗത്തിൽ 63 പോയിന്റുമായി സെന്റ് തോമസ് HSS ആങ്ങണ്ടിയൂർ ഒന്നാം സ്ഥാനവും 19 പോയിന്റുമായി VPM SNTP HSS കഴിമ്പ്രം രണ്ടാം സ്ഥാനവും 14 പോയിന്റുമായി SNV UPS താളിക്കുളം മൂന്നാം സ്ഥാനവും നേടി. ജൂനിയർ വിഭാഗത്തിൽ 105 പോയിന്റുമായി സെന്റ് തോമസ് HSS ഒന്നാം സ്ഥാനവും 40 പോയിന്റുമായി GV HSS തളിക്കുളം രണ്ടാം സ്ഥാനവും 35 പോയിന്റുമായി GF HSS നാട്ടിക മൂന്നാം സ്ഥാനവും നേടി. സീനിയർ വിഭാഗത്തിൽ 69 പോയിന്റുമായി സെന്റ് തോമസ് HSS ഒന്നാം സ്ഥാനവും 64 പോയിന്റുമായി VPM SNTP HSS കഴിമ്പ്രം രണ്ടാം സ്ഥാനവും 49 പോയിന്റുമായി GV HSS തളിക്കുളം മൂന്നാം സ്ഥാനവും നേടി. ഈ മത്സരത്തിൽ ഇവിടെ വന്ന് ചേർന്നപ്പോൾ ഒരു 7 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള ആ കാലഘട്ടത്തിലേക്ക് ഞാൻ ഒന്ന് ചെറുതായി അന്ന് ഞങ്ങളൊക്കെ കെട്ടി ആടിയ വേഷം തന്നെയാണ് നിങ്ങളിപ്പോൾ കെട്ടുന്നത് എന്ന് കാണുമ്പോൾ അതൊരു സുഖമുണ്ട്, സന്തോഷമുണ്ട്. ഏതായാലും മത്സരത്തിൽ എല്ലാവരും ജയിക്കില്ല. ചിലർ ജയിക്കും, ചിലർ ജയിക്കാതിരിക്കും. പരാജയപ്പെടില്ല, ജയിക്കാതിരിക്കും. ഈ ജയിക്കണവരും ജയിക്കാതിരിക്കുന്നവരും ഒരുപോലെ അഭിനന്ദനമായ കാര്യമാണ്. ഇതിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, പങ്കെടുക്കുക എന്ന് പറയുന്നത് ഉണ്ടാകും. വലപ്പാട് ഉപജില്ലാ കായികമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാരായ നാട്ടിക ഈസ്റ്റ് UP സ്കൂൾ ആഹ്ലാദ പ്രകടനം നടത്തി. നാട്ടിക ഈസ്റ്റ് UP സ്കൂൾ വലപ്പാട് ഉപജില്ലാ കായികമേളയിൽ UP സ്കൂളിൽ ഓവറോൾ ചാമ്പ്യന്മാർ ആയതിന്റെ ഭാഗമായി ശനിയാഴ്ച രാവിലെ ആഹ്ലാദ പ്രകടനം നടത്തി. ആഹ്ലാദ പ്രകടനത്തിന് സ്കൂൾ ലീഡർ നന്ദന ഗിരീഷ്, PTA പ്രസിഡന്റ് MS സജീഷ്, സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി PN നിത്യ, കല ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഇക്കഴിഞ്ഞ ഉപജില്ലാ കലോത്സവത്തിൽ ഓവറോൾ 3ാം സ്ഥാനം ലഭിച്ച കഴിമ്പ്രം VPM SNDP ഹയർ സെക്കൻഡറി സ്കൂളിനെ വീണ്ടും അവഗണിച്ച സംഘാടകർ. ഉപജില്ലാ കലോത്സവത്തിൽ പോയിന്റ് നില കണക്കാക്കിയതിലെ അപാകത മൂലം ഓവറോൾ 3ാം സ്ഥാനം അന്നേ ദിവസം പ്രോഗ്രാം കമ്മിറ്റി സ്കൂളിന് നൽകിയിരുന്നില്ല. സമാപന ദിവസം ഫലപ്രഖ്യാപനം അനൗൺസ് ചെയ്തപ്പോൾ മറ്റൊരു വിദ്യാലയത്തിനാണ് ഓവറോൾ 3ാം സ്ഥാനം നൽകിയത്. പിന്നീട് കഴിമ്പ്രം സ്കൂൾ അധികൃതർ പോയിന്റ് നില പരിശോധിച്ച് 2ാം സ്ഥാനമുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ LP പോയിന്റ് ഓവറോൾ സ്ഥാനത്തിൽ പരിഗണിക്കില്ല എന്നാണ് കമ്മിറ്റി അറിയിച്ചത്. തുടർന്ന് 3ാം സ്ഥാനം സ്കൂളിന് തന്നെയാണെന്ന് ബോധ്യപ്പെട്ടതോടെ ട്രോഫി ഉപജില്ലാ കായിക മത്സരത്തിൽ സമ്മാനദാനം നടത്തുമ്പോൾ ആദ്യം തന്നെ നൽകാമെന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ശനിയാഴ്ച നടന്ന ഉപജില്ലാ കായിക മത്സരത്തിൽ സമ്മാനദാനം നടത്തിയപ്പോൾ സ്കൂളിന് വീണ്ടും അപമാനിക്കുന്ന വിധം ട്രോഫി ആദ്യം നൽകാതിരിക്കുകയായിരുന്നു ചെയ്തത്. അതിനെ തുടർന്ന് കഴിമ്പ്രം സ്കൂളിലെ PTA കമ്മിറ്റിയും രക്ഷിതാക്കളും സംഘാടക സമിതിയെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അതൊന്നും ആദ്യം തരാൻ കഴിയില്ല എന്ന ന്യായം പറഞ്ഞുകൊണ്ട് വീണ്ടും അപമാനിക്കുകയായിരുന്നുവെന്ന് സ്കൂൾ അധികൃതർ ആരോപിച്ചു. ഇതിനെ തുടർന്ന് PTA കമ്മിറ്റി അവിടെ വെച്ച് തന്നെ സംഘാടക സമിതിയെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. PTA പ്രസിഡന്റ് രമേശ് പള്ളത്ത്, MPTA പ്രസിഡന്റ് ഷിസ്മ പ്രശാന്ത്, PTA അംഗങ്ങളായ ജെയിൻ പ്രിയൻ, ഹിരേഷ് വേമേക്കാട്ട്, ഹിമി പ്രമോദ്, സുബില പ്രസാദ്, മഞ്ജു രാഗേഷ്, അലിയാർ എന്നിവർ സംബന്ധിച്ചു. നമ്മുടെ കലോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാട്ടിക SN ട്രസ്റ്റ് സ്കൂളിൽ നടന്നപ്പോൾ ഞങ്ങൾക്ക് അർഹതപ്പെട്ട ഒരു 3ാം സ്ഥാനം ഉണ്ടായിരുന്നു.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് LP സെക്ഷനിലെ പോയിന്റ് കൂടി കൂട്ടിയാണെങ്കിൽ 2ാം സ്ഥാനം ഉണ്ടായിരുന്നത് 3ാം സ്ഥാനമായി മാറി. ആ 3ാം സ്ഥാനം പോലും അന്നത്തെ ദിവസം ഞങ്ങൾക്ക് തരികയുണ്ടായില്ല. അതിനുശേഷം അർഹതയില്ലാത്ത കമല നെഹ്റു സ്കൂളിൻ്റെ പേര് പറയും, അവർക്ക് സമ്മാനം കൊടുക്കാൻ ആ സ്കൂളിൻ്റെ പ്രതിനിധികൾ പോലും ആരും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞങ്ങൾ അവിടെ ഒരു ചെറിയ വിഷയം ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളത് സമാധാനപ്പെട്ട് അവിടുന്ന് തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. പക്ഷേ അതിനുശേഷം ഒരു കോംപ്രമൈസ് എന്ന രൂപത്തിൽ അവർ പറഞ്ഞു, ഇവിടെ സ്പോർട്സിൻ്റെ മത്സരങ്ങൾ നടക്കുമ്പോൾ നമുക്ക് അവിടെ സമ്മാനത്തിൽ വെച്ചിങ്ങോട്ട് ഈ ട്രോഫി ആദ്യം തന്നെ സമ്മാനിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചു വരുത്തി 4 മണിക്ക് വരണം എന്ന് പറഞ്ഞ് 3:30 തന്നെ എത്തുകയുണ്ടായി. പക്ഷേ ഏറ്റവും ലാസ്റ്റാണ് ഞങ്ങൾക്ക് ആ ട്രോഫി തരുന്നത്. ഇവിടുത്തെ എല്ലാവരും പിരിഞ്ഞു പോയതിനു ശേഷമാണ് അത് തരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരു പ്രതിഷേധം ഞങ്ങൾ അവരെ രേഖപ്പെടുത്തുകയുണ്ടായി. പനിനീർ പൂക്കളുടെ സുഗന്ധവുമായി എറവ് സെന്റ് തെരേസാസ് കപ്പൽ പള്ളി തിരുനാളിന് തുടക്കമായി. വ്യത്യസ്ത നിറത്തിലുള്ള 12,000-ലേറെ റോസാപ്പൂക്കളാണ് സൗജന്യമായി കപ്പൽ പള്ളി അങ്കണത്തിൽ വിതരണം ചെയ്തത്. ഇരുനാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണുകാടന് വികാരി ഫാദർ റോയ് ജോസഫ് വടക്കൻ തിരുനാളിന്റെ ആദ്യ പനിനീർ പൂക്കൾ നൽകി സ്വീകരിച്ചു. തുടർന്ന് മാതൃസംഘത്തിന്റെ നേതൃത്വത്തിൽ അമ്മമാർ തിരുനാൾ ആശംസകൾ നേർന്ന് പല നിറങ്ങളിലുള്ള റോസാപ്പൂ വിതരണം ആരംഭിച്ചു. തുടർന്ന് പ്രസിദ്ധേന്തിമാരും വിശ്വാസികളും മാർ പോളി കണ്ണുകാടനെയും വൈദികരെയും പ്രധാന ബലിവേദിയിലേക്ക് ആനയിച്ചു. തുടർന്ന് പ്രസിദ്ധേന്തി വാഴ്ചയുടെ തിരുകർമ്മങ്ങൾ തുടങ്ങി. ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞ റോസാപ്പൂ വെഞ്ചിരിപ്പ് ആരംഭിച്ചു. മാർ പോളി കണ്ണുകാടൻ റോസാപ്പൂക്കൾ ആശീർവദിച്ചു. ആഘോഷമായി ദിവ്യബലിക്ക് മാർ പോളി കണ്ണുകാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ റോയ് ജോസഫ് വടക്കൻ, ഫാദർ ജെയിൻ കടവിൽ എന്നിവർ സഹകാർമ്മികരായി. തുടർന്ന് ദീപക്കപ്പലും ദീപപന്തലും അദ്ദേഹം സ്വിച്ച് ഓൺ ചെയ്തു. പള്ളിയിലെ അൾത്താരയിൽ നിന്ന് രൂപമിറക്കി കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്കായി തിരുസ്വരൂപങ്ങൾ കൈക്കാരന്മാർക്ക് മാർ പോളി കണ്ണുകാടൻ എടുത്തു നൽകിയതോടെ കപ്പേളയിലേക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പ്രദക്ഷിണം തുടങ്ങി. കൂട് തുറക്കൽ ശുശ്രൂഷയ്ക്ക് ശേഷം തിരുസ്വരൂപങ്ങൾ പള്ളിയിലെ പൂപ്പന്തലിൽ പ്രതിഷ്ഠിച്ചു. രാത്രി 7:30 അരിമ്പൂർ വേളാങ്കണ്ണി മാതാ കപ്പേളയിൽ നിന്ന് പുഷ്പകുരിശെഴുന്നള്ളിപ്പ് ആരംഭിച്ചു. ശനിയാഴ്ച നടക്കുന്ന ചടങ്ങുകൾക്ക് വികാരി ജനറൽ മോൺ ഫാദർ ജോസ് വള്ളൂക്കാരൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പുകൾ ആരംഭിക്കും. പ്രധാന തിരുനാൾ ഞായറാഴ്ചയാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാവപ്പെട്ടവർക്ക് തിരുനാൾ സ്നേഹത്തിന്റെ പൊതിച്ചോർ സമർപ്പണം, ലിറ്റിൽ ഫ്ലവർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വൃക്കരോഗികൾക്ക് ഡയാലിസിസ് എന്നിവയും ഉണ്ടാകും. കാഞ്ഞാണി സെന്റ് തോമസ് പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് കൊടിയേറി. ഫാദർ വർഗീസ് തരകൻ കാർമ്മികനായ ചടങ്ങിൽ ഫാദർ റാഫിൽ തട്ടിൽ, കൈക്കാരന്മാരായ CV ഫ്രാൻസിസ്, KA തോമസ്, EC ഫ്രാൻസിസ്, ജനറൽ കൺവീനർ ആബിറ്റ് ബിജു, വിവിധ കമ്മിറ്റി കൺവീനർമാർ, ഇടവക അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു. ഈ മാസം 12, 13, 14, 15 തീയതികളിലാണ് തിരുനാൾ. കണ്ടശാങ്കടവ് സെന്റ് മേരീസ് നാറ്റിവിറ്റി ഫൊറോന പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ജോസ് ചാലയ്ക്കൽ കാർമ്മികത്വം നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ മിഥുൻ ചുങ്കത്ത്, കൈക്കാരന്മാരായ വിൻസെന്റ് പള്ളിക്കുന്നത്ത്, ആന്റണി വടക്കേത്തല, TL ജോസഫ്, സാബു മാളിയേക്കൽ, ജനറൽ കൺവീനർ ജെയ്സൺ പോൾ തെക്കാനത്ത്, ജോയിന്റ് കൺവീനർ സണ്ണി വടക്കേത്തല, വിവിധ കമ്മിറ്റി കൺവീനർമാർ, ഇടവകാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ജനുവരി 12, 13, 14 എന്നീ തീയതികളിലായി തിരുനാൾ ആഘോഷങ്ങൾ നടക്കും. വലപ്പാട് അരയംപറമ്പിൽ ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ തിറവെള്ളാട്ട് മഹോത്സവത്തിന് തുടക്കമായി. രാവിലെ ഗണപതി ഹവനം, ഉഷപൂജ, നാഗങ്ങൾക്ക് 100 പാലും, ഉച്ചപൂജ, തുടർന്ന് മുത്തപ്പൻ രൂപക്കളം, ഉച്ചയ്ക്ക് പ്രസാദവൂട്ട്, കളത്തിൽ നൃത്തം, വൈകിട്ട് ദീപാരാധന, അത്താഴപൂജ എന്നിവ നടന്നു. ദേവസ്ഥാനാധിപതി രവി രത്നാകരൻ മുഖ്യ കാർമ്മികനായി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു.
തൃപ്രയാർ ബീച്ച് കല്ലയിൽ ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടനാഗക്കളവും മാസപൂജയും നടന്നു. രാവിലെ ഗണപതി ഹോമം, സുദർശന ഹോമം, മൃത്യുഞ്ജയ ഹോമം, വൈകിട്ട് ദീപാരാധന, അഷ്ടനാഗക്കളം, പാലും നൂറും നൽകൽ, എഴുന്നള്ളിപ്പ്, പുള്ളുവൻപാട്ട് എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി സുരേന്ദ്രൻ ഐനിപ്പിള്ളി മുഖ്യ കാർമ്മികനായി. മേൽശാന്തി സന്തോഷ് സഹകാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് കലേഷ് KR, സെക്രട്ടറി ലെനീഷ് KL, ട്രഷറർ ദേവദാസ് കലയിൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കഴിമ്പ്രം പനിച്ചുചൂട് പരേതനായ വാലിപ്പറമ്പിൽ കുഞ്ഞിക്കണ്ണന്റെ ഭാര്യ ജാനകി നിര്യാതയായി. 84 വയസ്സായിരുന്നു. മക്കൾ സുഷമ, സ്മിത, പരേതയായ രാജരത്നം, രേണുക, മരുമക്കൾ പവിത്രൻ, ബോഷ്, ഗീത, രാജൻ. പ്രധാന വാർത്തകൾ വീണ്ടും. രൂക്ഷമായ മാലിന്യ പ്രശ്നത്തിനെതിരെ നടപടിയെടുക്കാതെ നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വെറും നോക്കുകുത്തിയായി മാറിയെന്ന ആരോപണവുമായി നാട്ടിക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. കനത്ത മഴയിൽ ചിറക്കൽ ഇഞ്ചമുടി കോൾപ്പടവിൽ വ്യാപക കൃഷിനാശം. വലപ്പാട് ഉപജില്ലാ കായികമേളയിൽ ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് HSS ഓവറോൾ ചാമ്പ്യന്മാർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.